ഹലോ ഗൈസ്, ഞാൻ എക്സ്പ്ലോഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഈ ഹാക്കി? നമ്മുടെ വൺ പീസിലുള്ള ഒരു ഡേഞ്ചറസ് പവർ സിസ്റ്റമാണ് ഹാക്കി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹാക്കിയിൽ തന്നെ 3 ടൈപ്സ് ആണ് ഉള്ളത്. ഒന്ന് ആർമമെന്റ് ഹാക്കി, 2 ഒബ്സർവേഷൻ ഹാക്കി, 3 കോൺഗ്രസ് ഹാക്കി. അതുപോലെ തന്നെ ഹാക്കി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓപ്പോണൻസിന്റെ സ്പിരിച്വൽ പവേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക തരം പവർ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. വൺ പീസിൽ തന്നെ 2 പവേഴ്സാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ആനിമേ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോട്ട് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്പർ 1 ആണ് ഡെവിൾ ഫ്രൂട്ട് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൂപ്പർ ഹ്യൂമൻ പവർ എന്ന് പറയുന്നത്. നമ്പർ 2 ആണ് ഹാക്കി. ഡെവിൾ ഫ്രൂട്ട്സിന്റെ ഒരു മേജർ വീക്ക്നെസ് ആണ് ഹാക്കി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൺ പീസിലെ എല്ലാ ക്യാരക്ടേഴ്സിനും ഹാക്കി എന്നുള്ളൊരു പവർ അവരുടെ ഉള്ളിലുണ്ടാവും. പക്ഷേ അത് അവൈക്കൻ ചെയ്തെടുക്കാൻ വളരെയധികം കഷ്ടപ്പാടാണ്. അതുപോലെ തന്നെ അതികഠിനമായ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഇമോഷൻസും ഒക്കെ വരുന്ന സമയത്താണ് ഈ ഒരു ഹാക്കി എന്നുള്ളത് അവൈക്കൺ ആകുന്നത് അല്ലെങ്കിൽ റിലീസ് ആകുന്നത്. അത് തന്നെ എന്താണ് ആർമമെന്റ് ഹാക്കി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ ഹാക്കി യൂസ് ചെയ്യുന്ന സമയത്ത് സ്വന്തം ബോഡി പാർട്സ് ഹാർഡൻ ചെയ്യിക്കാനായിട്ട് സാധിക്കും. അതായത് എനിമീസിന്റെ ഇടയിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് സ്വന്തം ബോഡി തന്നെ ഒരു ഷീൽഡായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റിയാണ് ഈ ആർമമെന്റ് ഹാക്കി നൽകുന്നത്. അതുപോലെ തന്നെ ആർമമെന്റ് ഹാക്കി 2 ടൈപ്സ് ആണ് ഉള്ളത്. ഒന്ന് ഇൻവിസിബിൾ ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ സബോഡി ആർക്കിൽ വെച്ചിട്ട് നമ്മുടെ റെയിലൊക്കെ യൂസ് ചെയ്തിരുന്നത്, അതായത് കിസാറിനെതിരെ റെയിൽ യൂസ് ചെയ്തിരുന്ന ഹാക്കി ആയിരുന്നു ഇൻവിസിബിൾ ആർമമെന്റ് ഹാക്കി. അതുപോലെ തന്നെ മറൈൻ ഫോർഡിൽ നമ്മുടെ ആഡ്മിറൽസ് യൂസ് ചെയ്തിരുന്നതും ഈ ഒരു ഇൻവിസിബിൾ ആർമമെന്റ് ഹാക്കി ആയിരുന്നു. രണ്ടാമതാണ് ദ റിയൽ ആർമമെന്റ് ഹാക്കി. അതായത് നമ്മുടെ ബോഡി പാർട്സ് ഒരു ബ്ലാക്ക് കളറിൽ ഹാർഡൺ ആവും. യാതൊരു ലിമിറ്റും ഇല്ലാത്തൊരു ഹാക്കിയാണ് ഈ ഒരു ആർമമെന്റ് ഹാക്കി എന്ന് പറയുന്നത്. പക്ഷെ അതിനനുസരിച്ചിട്ട് തന്നെ ലൈഫ് ഫോഴ്സും അതുപോലെ തന്നെ ഫിസിക്കൽ സ്ട്രെങ്ത്തും ഒക്കെ ഇതിന് കൊടുക്കേണ്ടതായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഡെവിൾ ഫ്രൂട്ട്സിന്റെ ഒരു മേജർ വീക്ക്നെസ് ആണ് ഹാക്കി എന്നുള്ളത്. ലോഗിയ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ നമുക്ക് തൊടാനായിട്ട് സാധിക്കില്ല. എക്സാമ്പിൾ ആയിട്ട് സ്മോക്കർ, ക്രോക്കോഡൈൽ, എനിൽ, അതുപോലെ തന്നെ എയ്സ്, ഇവരൊന്നും നമുക്ക് തൊടാനായിട്ട് സാധിക്കില്ല. പക്ഷേ ആർമമെന്റ് ഹാക്കി വെച്ചിട്ട് ഈ ഒരു ക്യാരക്ടേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാരക്ടേഴ്സിന് ഡാമേജ് കൊടുക്കാൻ കഴിയുകയും അതുപോലെ തന്നെ ഈ ഒരു ഹാക്കി വെച്ച് ഈ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ ഡിഫീറ്റ് ചെയ്യാൻ വരെ കഴിയാനോ സാധിക്കും. അതാണ് ഈ ഒരു ആർമമെന്റ് ഹാക്കി കൊണ്ട് നമുക്ക് നൽകുന്നത്. ഇനി രണ്ടാമത്തെ ഹാക്കിയാണ് ഒബ്സർവേഷൻ ഹാക്കി. ഒബ്സർവേഷൻ ഹാക്കി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പ്രസൻസ്, മൂവ്മെന്റ്സ്, ഇന്റൻഷൻ, ഇമോഷൻസ് ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാക്കിയാണ് ഒബ്സർവേഷൻ ഹാക്കി. അതുപോലെ തന്നെ ഫ്യൂച്ചർ പോലും പ്രെഡിക്റ്റ് അഥവാ കാണാനായിട്ട് സാധിക്കുന്ന ഒരു ഹാക്കിയാണ് ഈ ഒരു ഒബ്സർവേഷൻ ഹാക്കി എന്ന് പറയുന്നത്. നല്ലൊരു എക്സാമ്പിൾ പറയാൻ പറ്റിയ ക്യാരക്ടറാണ് ഫുജിറ്റോറോ. അതായത് നമ്മുടെ വൺ പീസിൽ അഡ്മിറൽ ആയിട്ടുള്ള ഫുജിറ്റോറോ എന്ന് പറയുന്ന ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടർ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് ഇദ്ദേഹത്തിന് കണ്ണ് കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇദ്ദേഹം ഈ ഒരു ഒബ്സർവേഷൻ ഹാക്കിലൂടെയാണ് മറ്റുള്ളവരുടെ പ്രസൻസ്, മൂവ്മെന്റ്സ്, ഇമോഷൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുടെ മൂവ്മെന്റ്സ് പോലും ഈ ഒരു ഹാക്കി വെച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അതായത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഒബ്സർവേഷൻ ഹാക്കി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കോൺഷ്യസ് മൈൻഡും അതുപോലെ തന്നെ ഫുള്ളി ഫോക്കസും ആയിരിക്കണം ഈ ഒരു ഹാക്കി യൂസ് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത്. അതായിരുന്നു നമ്മുടെ ഉസോപ്പ്. അതായത് ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ഡ്രസ്റോസ ആർക്കിൽ വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഷുഗർ നമ്മുടെ ലോയെയും ലൂഫിയെയും ഒരു ടോയ് ആക്കി മാറ്റുന്നതിന് മുമ്പേ അവൻ്റെ ഒബ്സർവേഷൻ ഹാക്കിയിലൂടെ നമ്മുടെ ലൂഫിയെയും ലോയെയും അവൻ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫുള്ളി കോൺഷ്യസ് മൈൻഡിലും ഫുള്ളി ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവന് ഷുഗറിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഒബ്സർവേഷൻ ഹാക്കിയിലും 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് ബേസിക് ഒബ്സർവേഷൻ ഹാക്കി, 2 അഡ്വാൻസ് ഒബ്സർവേഷൻ ഹാക്കി എന്ന് പറയുന്നത്. ബേസിക് ഒബ്സർവേഷൻ ഹാക്കി എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ഓപ്പോണൻസിൽ നിന്ന് വരുന്ന, അതായത് എനിമീസിൽ നിന്ന് വരുന്ന അറ്റാക്ക് ഒക്കെ സെൻസ് ചെയ്ത് ഡോഡ്ജ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ മൂവ്മെന്റ്സ്, സ്ട്രെങ്ത്, ഇമോഷൻസ് ഒക്കെ റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാക്കിയാണ് ബേസിക് ഒബ്സർവേഷൻ ഹാക്കി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് അഡ്വാൻസ് ഒബ്സർവേഷൻ ഹാക്കി. അതായത് നമ്മുടെ കാറ്റാക്കുരിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു അഡ്വാൻസ് ഒബ്സർവേഷൻ ഹാക്കി ആയിരുന്നു. ഈ ഒരു ഹാക്കി വെച്ച് നമ്മുടെ കാറ്റാക്കുരിക്ക് ഫ്യൂച്ചർ കാണാനായിട്ട് സാധിക്കും. അതായത് ലൂഫിയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ലൂഫിയുടെ നെക്സ്റ്റ് മൂവ്മെന്റ് എന്തായിരുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ കാറ്റാക്കുരി ഈ ഒരു അഡ്വാൻസ് ഒബ്സർവേഷൻ ഹാക്കി യൂസ് ചെയ്തിട്ടായിരുന്നു. 2 or 5 സെക്കൻഡ്സോളം നമ്മുടെ കാറ്റാക്കുരിക്ക് ഈ ഒരു ഫ്യൂച്ചർ കാണാനായിട്ട് സാധിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഷാങ്സിന് ഈ ഒരു ഹാക്കി വെച്ച് 10 സെക്കൻഡ്സോളം ഫ്യൂച്ചർ കാണാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു ഒബ്സർവേഷൻ ഹാക്കി എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന മൂന്നാമത്തെ ഹാക്കിയാണ് വൺ പീസിലെ ഏറ്റവും റയറസ്റ്റ് ആയിട്ടുള്ള ഹാക്കി, സുപ്രീം കിങ് ഹാക്കി അഥവാ കോൺഗ്യുറസ് ഹാക്കി.
വൺ പീസിലെ ലക്ഷങ്ങളിൽ കുറച്ച് പേർക്ക് മാത്രമാണ് ഈ ഒരു കോൺഗ്രസ് ഹാക്കി ലഭിക്കുന്നത്. അതും ജനിച്ചപ്പോൾ തന്നെ കിട്ടേണ്ട ഒരു ഹാക്കിയാണ് ഈ ഒരു കോൺഗ്രസ് ഹാക്കി. അല്ലാതെ ആർമമെന്റ് ഹാക്കി പോലെയോ ഒബ്സർവേഷൻ ഹാക്കി പോലെയോ ഒന്നും പ്രാക്ടീസ് അഥവാ ട്രെയിനിങ് ചെയ്ത് പഠിച്ചെടുക്കാനാവുന്ന ഒരു ഹാക്കിയല്ല ഈ കോൺഗ്രസ് ഹാക്കി എന്ന് പറയുന്നത്. ഈ ഒരു ഹാക്കി യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് വളരെയധികം സ്ട്രോങ്ങസ്റ്റ് ആയിരിക്കും. എക്സാമ്പിളായിട്ട് 2 സുപ്രീം കിങ് ഹാക്കി യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു വലിയ ക്ലാഷ് തന്നെ നടക്കും. അതുപോലെ തന്നെ സ്കൈ പോലും സ്പ്ലിറ്റ് ആവുന്ന ഒരു പവറാണ് ഈ ഒരു കോൺഗ്രസ് ഹാക്കിക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വൺ പീസിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് കോൺഗ്രസ് ഹാക്കി യൂസ് ചെയ്യുന്ന ക്യാരക്ടർ ആയിരുന്നു ഷാങ്ക്സ് എന്ന് പറയുന്നത്. പക്ഷേ വൺ പീസിന്റെ എപ്പിസോഡായിട്ടുള്ള 1753 കൂടി നമ്മുടെ ജോയ് ബോയുടെ ഹാക്കി റിലീസ് ചെയ്തതോടുകൂടി നമ്മുടെ ഷാങ്ക്സിനെ സർപ്രൈസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ജോയ് ബോയുടെ കോൺഗ്രസ് ഹാക്കി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് ഹാക്കിയിൽ 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് ബേസിക് കോൺഗ്രസ് ഹാക്കി, 2 അഡ്വാൻസ്ഡ് കോൺഗ്രസ് ഹാക്കി എന്ന് പറയുന്നത്. ബേസിക് കോൺഗ്രസ് ഹാക്കി എന്താണെന്ന് വെച്ചാൽ വീക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ഇടയിൽ ഈ ഒരു കോൺഗ്രസ് ഹാക്കി യൂസ് ചെയ്യുന്ന സമയത്ത് അവർ അൺകോൺഷ്യസ് ആയിട്ട് മയങ്ങി വീഴും. അതുപോലെ തന്നെ ഇത് നമ്മൾ പലയിടങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഷാങ്ക്സ് വൈറ്റ് ബിയറിന്റെ ഷിപ്പിലോട്ട് കയറി പോകുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന പൈരറ്റ്സ് ഒക്കെ മയങ്ങി വീഴുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറൈൻ ഫോർഡ് വാറിൽ നമ്മുടെ ലൂഫി നമ്മുടെ ഏസിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്തും അവിടെ അവൻ്റെ കോൺഗ്രസ് ആക്കി യൂസ് ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറൈൻസ് ഒക്കെ അൺകോൺഷ്യസ് ആയിട്ട് മയങ്ങി വീഴുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് ഈ ബേസിക് കോൺഗ്രസ് ആക്കി എന്ന് പറയുന്നത്. രണ്ടാമതാണ് അഡ്വാൻസ്ഡ് കോൺഗ്രസ് ആക്കി. അഡ്വാൻസ്ഡ് കോൺഗ്രസ് ആക്കി എന്ന് പറയുന്നത് വെപ്പണിൽ ബോഡിയിലൊക്കെ കോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒപ്പോണൻസിനെ തൊടാതെ തന്നെ നമുക്ക് ഈ ഒരു ക്യാരക്ടറിന് നല്ലൊരു രീതിയിലുള്ള ഹെവി ഡാമേജ് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ വാനൊരു ഷാങ്ക്സ് ആ ഒരു അഡ്മിറൽ ആയിട്ടുള്ള ഗ്രീൻ ഫുൾ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നേരിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ക്യാരക്ടറിന്റെ ഡേർട്ട് ഫ്രൂട്ട് പവർ പോലും നെള്ളിഫൈ ചെയ്യുകയായിരുന്നു ഈ ഒരു കോൺഗ്രസ് ആക്കി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കോൺഗ്രസ് ആക്കി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വിൽ പവറും നല്ല രീതിയിലുള്ള ഒരു കിങ് സ്പിരിറ്റും ഒക്കെ ഉണ്ടാകുന്ന ഒരു ക്യാരക്ടേഴ്സിന് മാത്രമാണ് ഈ ഒരു കോൺഗ്രസ് ആക്കി യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഇതാണ് വൺ പീസിലെ 3 ടൈപ്സ് ഓഫ് ആക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആനിമേ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോട്ട് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് ചുട്ടുകാനും മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.